അതായത് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ചിട്ടയിൽ നമുക്കൊരു വ്യത്യാസം വരുന്ന കാര്യമില്ല, ഏതാണ് കൂടുതൽ ഭംഗി അത് കാലത്തിനനുസരിച്ച് മാറ്റാമെന്ന് ഭരതമുനി തന്നെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറേയൊക്കെ നാട്യശാസ്ത്രത്തെ പ്രകാരം പറയുകയാണെങ്കിൽ ഓട്ടൻതുള്ളൽ ഏറ്റവും നല്ലൊരു, ഇപ്പോൾ കഥകളി പോലെ തന്നെ നല്ലൊരു ക്ലാസിക്കൽ കലാരൂപമായിട്ടാണ് നാട്യശാസ്ത്രത്തിൽ. അതിൽ നമ്പ്യാർ അത്രയും കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്പ്യാർ അതിലില്ലാത്തതൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്യശാസ്ത്രത്തിൽ. അതേപോലെ തന്നെ ഓട്ടൻതുള്ളലില്ലാത്തത് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പിന്നെ കഥകളിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കഥകളി ഒരു വിസ്തൃതമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഫോമാണ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കഥകളിക്ക് ആരും അഭിനയിക്കുന്ന ആളും മിണ്ടണ്ട, ഒക്കെ ചെയ്യണം, അഭിനയമാണ് പ്രധാനം. പക്ഷേ തുള്ളൽ അതല്ല. കഥകളിയുടെ കുറേയൊക്കെ അഭിനയിക്കുകയും വേണം, കളിക്കുന്ന ആൾ തുള്ളുന്ന ആൾ പാടുകയും വേണം, എന്നാലേ അതിനെ ഓട്ടൻതുള്ളൽ താല്പര്യം. ഇപ്പം പലരും ചെയ്യുന്നതും അതും ഒരു പ്രത്യേക ഇതിലാണ്, മിണ്ടില്ല. പല സ്റ്റേജുകളും പല ചാനലുകളായിട്ടും പല കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ ആശാന്മാർ പോലും ഡാൻസ് പോലെ തന്നെ മിണ്ടാണ്ട് പിന്നിൽ രണ്ടാളെ വയ്ക്കും, മുന്നിൽ ഒരാൾ പാടും, പിന്നിലത്തെ പാടും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരു വ്യക്തമായ ഒരു ഇതല്ല. ആ ശാസ്ത്രീയമായ രീതിയിൽ തുള്ളുന്ന ആൾ പാടണം, തുള്ളി കളിച്ച് പാടണം എന്നാ പറയുക.